മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ് നിങ്ങളെ യേശു ഇന്ന് കൂടെ ചേർക്കുവാൻ പോകുന്നു. പലരാലും ഒറ്റപ്പെട്ടും പലരാലും തള്ളപ്പെട്ടും ചേർത്തണയ്ക്കേണ്ടവർ പോലും കൈവിട്ട അവസ്ഥയിലായിരിക്കുന്നവരോട് യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല എന്നാണ്. വചനം പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. കർത്താവ് ഒരാളെ സൃഷ്ടിച്ചത് പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകുവാനല്ല. പിന്നെയോ, അവൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാക്ക് പറഞ്ഞതുപോലെ മാറോട് ചേർത്തണയ്ക്കുവാൻ തന്നെയാണ്. യേശു കർത്താവിൻ്റെ കാലത്ത് ചുങ്കക്കാരെയൊക്കെ സമൂഹം മാറ്റി നിർത്തുകയും വലിയ പാപികളായി കാണുകയും ചെയ്തിരുന്നു. എന്നാൽ യേശു കർത്താവ് ആ വിധിയെ മാറ്റി എഴുതുകയാണ്. യേശു മത്തായി എന്ന ചുങ്കക്കാരനെ തൻ്റെ ശിഷ്യനാകാൻ വിളിച്ച ശേഷം അവൻ്റെ വീട്ടിൽ വെച്ച് മറ്റ് ചുങ്കക്കാരോടും മാറ്റി നിർത്തപ്പെട്ടവരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നാൽ ഇത് കണ്ട പരീശന്മാർ ശിഷ്യന്മാരോട് പരാതിപ്പെടുകയാണ്, വിശുദ്ധനായ ഒരു ഗുരു എങ്ങനെയാണ് പാപികളോട് ഇടപഴകുന്നത്? കാരണം യഹൂദ മത നേതാക്കളായ പരീശന്മാർ ബാഹ്യമായ വിശുദ്ധിക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ മനുഷ്യൻ പുറമേ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളമറിയുന്ന ഒരുവൻ ഇന്ന് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുകയാണ്. പല കാരണങ്ങൾ ചൊല്ലിയും ഇതുവരെയും ആരെങ്കിലും നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നില്ല എങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ നിമിഷമെങ്കിലും യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാവുക. കർത്താവ് തന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ കർത്താവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ കർത്താവ് നൽകുന്ന സന്തോഷം എത്രമാത്രമാണെന്ന് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഒരല്പനേരത്തേക്കുള്ള ചെറിയ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നിത്യസന്തോഷമായ കർത്താവിനെ ആരും ത്യജിച്ച് കളയരുത്. ഇവിടെ പരീശന്മാർ കുറ്റപ്പെടുത്തിയപ്പോൾ യേശു പറഞ്ഞത്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അതായത് ആത്മീയമായി താനൊരു വൈദ്യനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. അനേകരുടെ മുറിവ് ഉണക്കുവാൻ, അനേകർക്ക് ആശ്വാസവും സാന്ത്വനവും നൽകുന്ന ഒരു നല്ല ശുശ്രൂഷകനായി. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുന്ന ദൈവം, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവൻ, രോഗികളെ സൗഖ്യമാക്കുന്നവൻ, ഈ കർത്താവ് ഒരു നല്ല വൈദ്യൻ തന്നെയാണ്. പക്ഷേ സ്വയം നീതിമാന്മാരാണെന്ന് വിശ്വസിച്ച പരീശന്മാർക്ക് യേശുവിൻ്റെ സൗഖ്യം ആവശ്യമില്ലായിരുന്നു. തങ്ങൾ പാപികളാണെന്ന് ആരാണോ തിരിച്ചറിയുന്നത് അവർക്കാണ് കർത്താവിൽ നിന്നുള്ള സ്നേഹവും വീണ്ടെടുപ്പും ആവശ്യം. അതിനാൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, മാറ്റി നിർത്തലല്ല ദൈവിക മാർഗം, സ്നേഹമാണ് ദൈവിക മാർഗം. സ്വയം നീതീകരിക്കുന്നതല്ല രക്ഷയുടെ മാർഗം, തന്നെ താൻ താഴ്ത്തുന്നതാണ് രക്ഷയുടെ മാർഗം.